ഹായ് ഗൈസ്, എൻ്റെ പേര് ദേവനന്ദ PV. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ചാപ്റ്റർ ഇന്ന് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പം ഇന്നലെ നമ്മൾ ഏതൊക്കെയാണ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് കണ്ടു, പിന്നെ കുറച്ച് ടെർമിനോളജീസ് പഠിച്ചു, ഫാദേഴ്സ് ആരാ അതൊക്കെ നോക്കി, പിന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ പഠിച്ചു, പിന്നെ ആന്തർ പഠിച്ചു, പോളിൻ ഗ്രെയിൻ പഠിച്ചു, പിന്നെ പോളിനേഷൻ, ഡെവലപ്മെന്റ് ഓഫ് മെയിൽ ഗാമെറ്റോഫൈറ്റ് വരെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ആണ്. പിന്നെ അത് ഫെർട്ടിലൈസ് ചെയ്ത് സൈഗോട്ടായി എംബ്രിയോ എങ്ങനെയാവുന്നു, അതൊക്കെയാണ് നമുക്ക് പോളിനേഷന്റെ ടൈപ്സ്, അതൊക്കെയാണ് നമുക്ക് ഇന്ന് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഗൈനേഷ്യം ആണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, അതാണ് ഗൈനേഷ്യം. അപ്പൊ ഗൈനേഷ്യം ആക്ച്വലി അതിൽ ഒരു പിസ്റ്റൽ കാണും. ഒരു പിസ്റ്റൽ ഉള്ളതിനെ നമുക്ക് എന്ത് പറയാം, മോണോകാർപ്പിലറി എന്ന് പറയാം. പിന്നെ ഒന്നിൽ കൂടുതൽ പിസ്റ്റൽ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടി കാർപ്പിലറി. ഇനി ചിലയിടത്ത് ഈ പിസ്റ്റലൊക്കെ ഇല്ലേ, അത് ഫ്യൂസ്ഡ് ആയിരിക്കും. ഫ്യൂസ്ഡ് ആയിട്ട് അതൊരു സിംഗിൾ പിസ്റ്റലായി മാറും. അതിനെയാണ് നമ്മൾ സിൻകാർപ്പസ് എന്ന് പറയാം. പിന്നെ അത് സെപ്പറേറ്റ് ആയിട്ട്, അതായത് അറ്റാച്ച്ഡ് അല്ല പക്ഷെ ഫ്രീ ആയിട്ട് കുറെ പിസ്റ്റൽസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയും എപ്പോകാർപ്പസ്. മനസ്സിലായല്ലോ? പിസ്റ്റിൽ, അതായത് ഫീമെയിൽ ഗൈനേഷ്യത്തിൽ ഒരു പിസ്റ്റിൽ ഉണ്ടെങ്കിൽ മോണോകാർപ്പിലറി, മോർ ദാൻ വൺ പിസ്റ്റിൽ ആണെങ്കിൽ മൾട്ടി കാർപ്പിലറി. ഇനി ചില ഫ്ലവേഴ്സിൽ പിസ്റ്റൽസ് ഫ്യൂസ്ഡ് ആയിരിക്കും ടു ഫോം വൺ സിംഗിൾ പിസ്റ്റിൽ, അതിനെയാണ് നമ്മൾ സിൻകാർപ്പസ് എന്ന് പറയണം. പിന്നെ ചിലത് ഫ്രീ ആയിരിക്കും, അതിനെ നമ്മൾ എപ്പോകാർപ്പസ് എന്ന് പറയും. ഇനി ഓരോ പിസ്റ്റലിന് 3 പാർട്സ് ഉണ്ട്. അതായത് നിങ്ങൾക്കറിയാം, സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്, ഓവറി. അപ്പൊ സ്റ്റിഗ്മ എന്തിനാ? സ്റ്റിഗ്മയിലാണ് നിങ്ങളുടെ പോളൻ ഗ്രെയിൻ വന്ന് അറ്റാച്ച്ഡ് ആയി അവിടെ നിന്നാണ് പോളൻ ട്യൂബ് ഡെവലപ്പ് ചെയ്ത് അത് സ്റ്റൈല് വഴി എവിടെ എത്തും, ഓവറിയിലെത്തും. അപ്പോൾ മനസ്സിലായല്ലോ, സ്റ്റിഗ്മ ഇറ്റ് സെർവ്സ് ആസ് എ ലാൻഡിങ് പ്ലാറ്റ്ഫോം ആണ് നമ്മളുടെ പോളൻ ഗ്രെയിൻസിന്. ഇനി സ്റ്റൈൽ ഇലോങ്ങേറ്റഡ് സ്ലെൻഡർ പാർട്ടാണ് ബിനീത് ദ സ്റ്റിഗ്മ. അതിന്റെ ഏറ്റവും പിന്നെ സ്റ്റിഗ്മ കഴിഞ്ഞാൽ പിന്നെന്താ, സ്റ്റൈലും കഴിഞ്ഞ ഓവറി. ഓവറി എന്ന് പറഞ്ഞ ഒരു ബൾജിങ് പാർട്ടാണ് പിസ്റ്റലിലുള്ള. അവിടേക്കാണ് നമ്മളുടെ മെയിൽ ഗാമിറ്റ് വരുന്നത്. അവിടെ ഫീമെയിൽ ഗാമിറ്റും മെയിൽ ഗാമിറ്റും ഫ്യൂസ് ചെയ്ത് അവിടെ സൈഗോട്ട് ഉണ്ടാവും. ഇനി ഓവറിയുടെ ഉള്ളിൽ ഒരു ക്യാവിറ്റി ഉണ്ട്. അതിനെ നമ്മൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ പഠിച്ചത് ലോക്യൂൾ അല്ലെങ്കിൽ ഓവേറിയൻ ക്യാവിറ്റി. ഇനി പ്ലാസന്റ് ഇതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് പ്ലാസന്റേഷൻ നമ്മൾ ആ സമയത്ത് പഠിച്ചതാണല്ലോ, ഓർമ്മയില്ലേ? ഇനി പ്ലാസന്റേന്നാണ് നമ്മളുടെ മെയിൻ ആള് ഓവ്യൂൾസ് അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം റൈസീന്ന്. ഇനി ഓവ്യൂൾസിന്റെ നമ്പർ ആക്ച്വലി 1 ആവാം. അതായത് 1 വീറ്റ്, പാഡി, മാംഗോ ഒരു ഓവ്യൂളല്ലേ സീഡ് നിങ്ങൾ ഓർത്ത് നോക്കുക. പക്ഷെ പപ്പായയിലൊക്കെ കുറെ എണ്ണുണ്ട്, വാട്ടർമെലൻ, ഓർക്കിഡ്സിലൊക്കെ കുറെ എണ്ണുണ്ട്. ഓക്കെ, ഇതുവരെയുള്ള നമുക്ക് നോക്കാം. ഇപ്പോൾ ഗൈനേഷ്യാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഗൈനേഷ്യത്തിൽ സിംഗിൾ പിസ്റ്റലാണെങ്കിൽ മോണോകാർപ്പിലറി, മോർ ദാൻ വൺ പിസ്റ്റലാണെങ്കിൽ മൾട്ടി കാർപ്പിലറി. ഇനി ചിലതില് കുറെ പിസ്റ്റൽസ് ഫ്യൂസ് ചെയ്ത് സിൻകാർപ്പസ് ഫോർമേഷൻ ഉണ്ടാവും. പിന്നെ ചിലത് ഫ്രീ ആവുമ്പോൾ എപ്പോകാർപ്പസ് ആവും. ഇനി ഈച്ച് പിസ്റ്റലിന് 3 പാർട്ട് ഉണ്ട്, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. സ്റ്റിഗ്മ നമ്മുടെ പോളൻ ഗ്രെയിൻസിനെ ലാൻഡ് ചെയ്യാൻ സഹായിക്കും. സ്റ്റൈൽ ഒരു ഇലോങ്ങേറ്റഡ് പാർട്ടാണ് സ്റ്റിഗ്മയുടെ അടിയിൽ നിന്ന്. പിന്നെ സ്റ്റൈൽ എത്തണ ഒരു ബൾജ്ഡ് പാർട്ടായ നമ്മളുടെ ഓവറിയുടെ ഉള്ളിൽ ഓവേറിയൻ ക്യാവിറ്റി ആണെങ്കിൽ ലോക്യൂൾ ഉണ്ട്, പ്ലാസന്റി ഉണ്ട് നമ്മളുടെ ഓവേറിയൻ ക്യാവിറ്റിയിൽ. ഇതിലാണ് നമ്മളുടെ ഓവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയ കാണാം. നമ്പർ ഓഫ് ഓവ്യൂൾസ് നിങ്ങൾ പഠിക്കണം. ചില ഇതിൽ 1 ആയിരിക്കും, ചില ഇതിൽ കുറെ ഉണ്ടാവും. അപ്പൊ ഓവ്യൂൾ ആക്ച്വലി പ്ലാസന്റയിൽ അറ്റാച്ച്ഡ് ആയി. പ്ലാസന്റ അറ്റാച്ച് ആയ ഒരു സ്റ്റോക്ക് ഉണ്ട്, ഒരു വടി പോലെ, മനസ്സിലായോ? അതിനെയാണ് നമ്മൾ പറയണത്, ഫ്യൂണിക്കിൾ. അപ്പോ ഈ ഓവ്യൂളിന്റെ ബോഡി ഫ്യൂണിക്കിൾ ആയി ഫ്യൂസ് ചെയ്യുന്ന റീജിയനാണ് നമ്മൾ ഹൈലം എന്ന് പറയാം. അപ്പൊ ഹൈലം ആക്ച്വലി നമ്മളുടെ ഓവ്യൂളും ഫ്യൂണിക്കിളും തമ്മിലുള്ള ജംഗ്ഷൻ ആണ്. ഇനി ഓരോ ഓവ്യൂളിന് 2 പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് ഉണ്ട്, ഇൻടെഗുമെന്റ്സ്. അപ്പൊ ഇൻടെഗുമെന്റ്സ് നമ്മളുടെ ഓവ്യൂളിനെ എല്ലായിടത്തും കവർ ചെയ്യും എക്സെപ്റ്റ് ഫോർ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും, അതായത് മൈക്രോപൈൽ. ഈ മൈക്രോപൈലിന്റെ ഓപ്പോസിറ്റ് ആണ് ചലാസ, അതാണ് ബേസൽ പാർട്ട് ഓഫ് നമ്മളുടെ ഓവ്യൂൾ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മളുടെ
ഒരു ഓവ്യൂളിന്റെ സ്ട്രക്ചർ. ഏറ്റവും നടുവിൽ ന്യൂസെല്ലസ് ഉണ്ടാവും. ഓക്കെ, അതിന് കവർ ചെയ്ത് രണ്ട് കവറിങ്, ഔട്ടർ ഇന്റഗുമെന്റും ഇന്നർ ഇന്റഗുമെന്റും. അത് കഴിഞ്ഞ് എന്ത്, എംബ്രിയോ സാക്ക് ഉണ്ട്. പിന്നെ എന്താ ഞാൻ പറഞ്ഞു, ഈ ഇന്റഗുമെന്റ് എല്ലായിടത്തും കവേർഡ് ആയി എക്സെപ്റ്റ് ഒരു സ്മോൾ ഓപ്പണിംഗ് ഉണ്ട്, മൈക്രോപൈൽ. ഈ മൈക്രോപൈലിന് ഓപ്പോസിറ്റ് ഉള്ള പോളിനെയാണ് നമ്മൾ ചെലാസൽ പോൾ എന്ന് പറയാം. ഇനി നമ്മളുടെ ഓവ്യൂള് പ്ലാസിന്റെ അറ്റാച്ച് ചെയ്ത ഒരു സ്റ്റോക്ക് ഉണ്ട്, അതിനെയാണ് നമ്മൾ ഫ്യൂണിക്കിൾ എന്ന് പറയാം. ഈ ഫ്യൂണിക്കിളും ഓവ്യൂളും തമ്മിലുള്ള ജംഗ്ഷന് നമ്മൾ എന്ത് പറയും, ഹൈലം. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു ഇന്റഗുമെന്റ്സിന്റെ ഉള്ളിൽ ഒരു മാസ് ഓഫ് സെൽസ് ഉണ്ട്, അതാണ് ന്യൂസെല്ലസ്. ഈ ന്യൂസെല്ലസിന്റെ ഉള്ളിലാണ് നമ്മളുടെ എന്ത്, എംബ്രിയോ സാക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ഈ ന്യൂസെല്ലസിൽ എന്താ, ഫുഡ് മെറ്റീരിയൽ കൂടുതലായതുകൊണ്ട് എന്ത്, ഇതിന്ന് അവർ ഫുഡ് ഡിറൈവ് ചെയ്ത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയ എംബ്രിയോ സാക്കിൽ കൊടുക്കും. ഓക്കെ. ഇനി മെഗാസ്പോറോജെനസിസ് എന്താ, അത് നമ്മളുടെ ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ് ആണ് ഫ്രം മെഗാസ്പോർ മദർ സെൽ. മനസ്സിലായല്ലോ? ഫോർമേഷൻ ഓഫ് മെഗാസ്പോർസ് ഫ്രം മെഗാസ്പോർ മദർ സെൽസിനെയാണ് നമ്മൾ എന്ത് പറയണ, മെഗാസ്പോറോജെനസിസ്. ഇനി ഓവ്യൂൾസ് ജനറലി എന്താ, ഒരു സിംഗിൾ മെഗാസ്പോർ മദർ സെൽ ഉണ്ട് മൈക്രോപൈലർ റീജിയനിൽ. ആ ലാർജ് സെല്ലിൽ എന്താ, ഡെൻസ് സൈറ്റോപ്ലാസം ആണ്, പിന്നെ നോൺ ന്യൂക്ലിയസും പ്രോമിനന്റ് ആണ്. ഇനി നമ്മളുടെ മെഗാസ്പോർ മദർ സെൽ ഡിവൈഡ് ചെയ്യും, മിയോട്ടിക് ഡിവിഷൻ. ഈ മിയോട്ടിക് ഡിവിഷൻ എന്തുണ്ടാക്കും, അതാണ് 4 നമ്മളുടെ മെഗാസ്പോർസ്. ഈ 4 മെഗാസ്പോർസ് എന്താ, ആക്ച്വലി നമ്മളുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആയ അതിലത്തെ ഒരു മെഗാസ്പോർ മാത്രമേ നമ്മളെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആവുള്ളൂ. അതായത് 4 മെഗാസ്പോർ നമ്മളുടെ 1 മെഗാസ്പോർ മദർ സെല്ലിന് ഡിവൈഡ് ചെയ്തു. ആ 4 എണ്ണത്തിൽ 3 എണ്ണം ഡീജനറേറ്റീവ്, ഒരു ഫംഗ്ഷനും ഇല്ല. ഒരെണ്ണം മാത്രം ഫംഗ്ഷനായി വരും, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോ സാക്ക്. ഇതിനെയാണ് നമ്മൾ മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എംബ്രിയോ സാക്ക് ഫോം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫങ്ഷണൽ മെഗാസ്പോർ എന്താ പറയാ, മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യും 2 ന്യൂക്ലിയെ, എന്നിട്ട് അത് 2 ഓപ്പോസിറ്റ് പോൾസിൽ പോകും. അപ്പൊ 2 ന്യൂക്ലിയേറ്റ് എംബ്രിയോ സാക്ക് ഉണ്ടായി. ഇനി വീണ്ടും 2 എന്താ പറയാ, മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. അങ്ങനെയാണ് 4 ന്യൂക്ലിയേറ്റ് ഉണ്ടാവും, 8 ന്യൂക്ലിയർ സ്റ്റേജസ് ഒക്കെ വരും എംബ്രിയോ സാക്കിൽ. മനസ്സിലായല്ലോ? ഇനി അത് കഴിഞ്ഞ് എന്താവും, ഈ 8 ന്യൂക്ലിയർ ഉള്ള സ്റ്റേജസിലാണ് ഈ സെൽസ് എന്താ പറയാ ഉണ്ടാവുന്നത്. സെൽ വോൾസ് ഉണ്ടായി അവിടെ എന്തുണ്ടാവും, സെൽസ് ഫോം ചെയ്ത് ടിപ്പിക്കൽ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ടാവും. മനസ്സിലായല്ലോ? ഇനി ഈ 8 ന്യൂക്ലിയർ 6 ന്യൂക്ലിയർ സെൽ വോളായി കവർ ചെയ്തിട്ടുണ്ട്. സെൽ വോളായി കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെല്ലായി. അപ്പൊ 6 സെല്ലായി, ബാക്കിയുള്ള 2 ന്യൂക്ലിയർ തന്നെ ആയിരിക്കും. അതിനെയാണ് നമ്മൾ പോളാർ ന്യൂക്ലിയർ പറയുക. അത് ആക്ച്വലി നമ്മൾ എഗ് അപ്പാരറ്റസിലാണ് കാണുക. ഓക്കെ. അപ്പൊ മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞു മെഗാസ്പോറിനും ഇതിൽ കൺഫ്യൂഷൻ വരരുത്. നമ്മളുടെ മെഗാസ്പോർ മദർ സെൽ ഉണ്ട്. മെഗാസ്പോർ മദർ സെൽ മിയോസിസ് ആണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പറയും ഞാൻ ഇപ്പൊ മൈറ്റോസിസും പറഞ്ഞു. മൈറ്റോസിസ് എന്തിന്റെ പറഞ്ഞു? ഞാൻ ന്യൂക്ലിയസിന്റെ മൈറ്റോസിസ് പറഞ്ഞു. സെല്ല് മിയോസിസ് പറഞ്ഞ 4 മെഗാസ്പോർസ് ഉണ്ടാവും. 4 മെഗാസ്പോർസിൽ 3 എണ്ണം ഡീജനറേറ്റ് ചെയ്ത് ഒരു ഫംഗ്ഷനിൽ ഉണ്ടാവും. അതാണ് നമ്മളുടെ എന്ത്, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ഇനി ഇവരുടെ ന്യൂക്ലിയ എത്രയുണ്ട്? 2 ന്യൂക്ലിയ ഉണ്ട്. ഈ 2 ന്യൂക്ലിയ എന്താ, ഒരു മൈറ്റോസിസ് നടന്നു. അപ്പൊ ഇവിടെ 2 സെല്ല്, ഇവിടെ 2 സെല്ല്. അപ്പൊ ടോട്ടൽ എത്രയും 4 സെല്ല്, 4 ന്യൂക്ലിയ. ഇനി വീണ്ടും ഈ ഓരോ 4 ന്യൂക്ലിയ വീണ്ടും എന്തുണ്ടാവും, നമ്മളുടെ എന്തുണ്ടാവും, മൈറ്റോസിസ് നടക്കും. അപ്പൊ ഇത് 2 എണ്ണം, ഇത് 2 എണ്ണം, ഇത് 2 എണ്ണം, ഇത് 2 എണ്ണം. അപ്പൊ എത്രയുണ്ട് ടോട്ടൽ? 1 2 3 4 5 6 7 8 ന്യൂക്ലിയ. ഇനി ഞാൻ പിന്നെ പറഞ്ഞ എന്താ, ഈ 8 ന്യൂക്ലിയയിൽ 6 ന്യൂക്ലിയ എന്തായി മാറും, സെൽസ് ആയി മാറും. ബാക്കി 2 എണ്ണം പോളാർ ന്യൂക്ലിയ ആയി മാറും. അപ്പൊ മനസ്സിലായല്ലോ? ഇനി 3 സെൽസ് നമ്മൾ മൈക്രോപൈലർ എൻഡ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഉള്ള സ്ഥലത്ത് 3 സെൽസ് ഗ്രൂപ്പ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണതാണ് നമ്മൾ എഗ് അപ്പാരറ്റസ് എന്ന് പറയാം. എഗ് അപ്പാരറ്റസിൽ 2 സിനർജിറ്റ്സ് ഉണ്ട്, ഒരു എഗ് സെൽസ് ഉണ്ട്. ഈ സിനർജിറ്റ്സിന്റെ പ്രത്യേകത എന്താ, അവരുടെ
സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ്സ് ഉണ്ട്. സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ്സ് എന്ന് പറയുന്നത് മൈക്രോപൈലാർ ടിപ്പില് സ്പെഷ്യൽ സെല്ലുലാർ തിക്കനിങ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയും. ഓക്കെ, ഇനി 3 സെൽസ് ചെലാസൽ എൻഡ്. ചെലാസൽ എൻഡ് എന്തായിരുന്നു? ചെലാസൽ എൻഡ് എന്ന് പറയുന്നത് ചെലാസൽ എൻഡ് ആക്ച്വലി നമ്മളുടെ എഗ് അപ്പാരറ്റസ് അല്ല, സോറി, മൈക്രോപൈലാർ എൻഡിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഓക്കെ, മൈക്രോപൈലാർ എൻഡിന്റെ ഓപ്പോസിറ്റ് ആയി വരുന്നതാണ് നമ്മളുടെ എന്ത് ചെലാസൽ എൻഡ്. ഓക്കെ, അവിടെ നമുക്ക് കുറച്ച് സെൽസ് കാണും. ആ സെൽസിനെയാണ് നമ്മൾ ആന്റിപോഡൽസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞ നടുവിൽ ഒരു ലാർജ് സെൻട്രൽ സെല്ലുണ്ട്. ആ ലാർജ് സെൻട്രൽ സെല്ലില് ആക്ച്വലി 2 പോളാർ ന്യൂക്ലിയ ഉണ്ട്. അതിനെയാണ് നമ്മൾ, അപ്പൊ അത് കാരണം എത്ര സെല്ലുണ്ടെന്ന് ഞാൻ പറഞ്ഞു, 6 സെൽ ഓൾറെഡി ഉണ്ട്, ഒരു ലാർജ് സെൻട്രൽ സെല്ലുണ്ട്, അപ്പൊ 7 സെല്ലുമായി 8 ന്യൂക്ലിയേറ്റ് ആൻഡ് 7 സെൽഡ് ആണ് നമ്മളുടെ എംബ്രിയോ സാക്കിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പൊ നമ്മൾ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെയും പഠിച്ചു. ഇനി എന്താ നമുക്ക് പഠിക്കേണ്ടത്? ഇനി നമുക്ക് പോളിനേഷൻ എങ്ങനെ നടക്കണേന്ന് പഠിക്കണം. പോളിനേഷൻ എന്താ ഞാൻ പറഞ്ഞു, നമ്മളുടെ പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ എത്തണം. ഈ സ്റ്റിഗ്മയിൽ എത്തണമെങ്കിൽ നമുക്ക്, ഞാൻ പോയി ആ മറ്റേ ആന്തറിന്ന് ഒരു പോളൻ ഗ്രെയിൻ എടുത്ത് നമ്മളുടെ സ്റ്റിഗ്മയിൽ കൊണ്ടിടാൻ പറ്റുമോ? ഇല്ല. അതിന് കുറച്ച് നാച്ചുറൽ വേസ് ഉണ്ട്. ചിലപ്പോൾ വെള്ളമാവാം, വായു എയർ ആവാം, അല്ലെങ്കിൽ ഇൻസെക്ട്സ് ആവാം, അനിമൽസ് ആവാം, പല വഴി എന്താ അത് പോളൻ ഗ്രെയിൻ നമ്മളെ ഫീമെയിലിന്റെ അടുത്ത് എത്താം. അപ്പൊ ഇതാണ് നമ്മളുടെ പോളിനേഷൻ. ട്രാൻസ്ഫർ ഓഫ് എന്ത് നമ്മളുടെ പോളൻ ഗ്രെയിൻസ് ടു ദ സ്റ്റിഗ്മ ഓഫ് പിസ്റ്റലിനെയാണ് നമ്മൾ എന്താ പറയാ, പോളിനേഷൻ. ഇനി ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്താ ആക്ച്വലി, ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് പോളിനേഷൻ ഉണ്ട് ഞാൻ പറഞ്ഞു. ഇനി അതിൽ ഫസ്റ്റ് വണ്ണാണ് ഓട്ടോഗാമി. ഓട്ടോഗാമി എന്ന് പറയുന്നത് എന്താ, പോളിനേഷൻ എന്താ നമ്മളുടെ സെയിം ഫ്ലവറിൽ സെയിം ഫ്ലവറിൽ തന്നെ പോളൻ ഗ്രെയിൻസ് അതിലത്തെ സ്റ്റിഗ്മയിലേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓട്ടോഗാമി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നോർമൽ ഫ്ലവറിൽ നമ്മളുടെ ആന്തറും സ്റ്റിഗ്മയൊക്കെ എക്സ്പോസ്ഡ് ആയിരിക്കും. അപ്പൊ കംപ്ലീറ്റ് ഓട്ടോഗമി എന്താ, റെയർ ആണ്. കാരണം ഓട്ടോഗമീന് ആക്ച്വലി സിൻക്രൊണൈസേഷൻ വേണം. പോളൻ റിലീസിനും സ്റ്റിഗ്മയുടെ റിസെപ്റ്റിവിറ്റിനും എല്ലാത്തിനും എന്താ പറയാ അടുത്തും ആവണം സ്റ്റിഗ്മയും നമ്മളുടെ ആന്തറും. അപ്പൊ ഇത് റെയർ ആണ്, പക്ഷെ നടക്കും. ഇതിലെ എക്സാമ്പിൾസ് ആണ് നമ്മളുടെ വയോല, അനെ കോമൺ പാൻസി, ഓക്സാലിസ് ആൻഡ് കമ്മലീന. ഈ ഓക്സാലിസ് ആൻഡ് കമ്മലീന എന്താ, ഇറ്റ് പ്രൊഡ്യൂസസ് 2 types of flowers. Chasmogamous flowers which are similar to flowers of other species with exposed anthers ഉണ്ടാവും, സ്റ്റിഗ്മ ഉണ്ടാവും. ഓക്കെ, അപ്പോ വയോല, ഓക്സാലിസ് ആൻഡ് കമ്മലീന അതാണ് എന്ത് നമ്മളുടെ ചാസ്മോഗാമസ് ഫ്ലവേഴ്സ്. ചാസ്മോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് എന്താ, അവരുടെ ഫ്ലവേഴ്സ് സിമിലർ ടു ഫ്ലവേഴ്സ് ഓഫ് അതർ സ്പീഷീസ് ആണ്. അപ്പൊ അതില് എന്താ പറയാ എക്സ്പോസ്ഡ് ആന്തേഴ്സ് ആൻഡ് സ്റ്റിഗ്മ കാണും. ഇനി ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ഉണ്ട്, അത് തുറക്കേയില്ല. അങ്ങനത്തെ ഫ്ലവേഴ്സിലാണ് നമ്മൾ ആന്തറും സ്റ്റിഗ്മ ഒരുമിച്ചായിരിക്കും. അപ്പൊ അവിടെ ആന്തറും സ്റ്റിഗ്മ ഒരുമിച്ചായതുകൊണ്ട് ആന്തറിന്ന് പോളൻ ഗ്രെയിൻ സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ആന്തർ ഡെഹിസൻസ് കഴിഞ്ഞിട്ട് അവിടെ പോളൻ ഗ്രെയിൻ നമ്മളുടെ സ്റ്റിഗ്മയിൽ വന്ന് പോളിനേഷൻ ഉണ്ടാക്കും. അപ്പോ ക്ലീസ്റ്റോഗാമസിനെ നമുക്ക് ഓട്ടോഗാമസ് എന്ന് പറയും, കാരണം ഇതിൽ ക്രോസ് പോളിനേഷന് ചാൻസേ ഇല്ല. ഓക്കെ, അപ്പൊ ഇവരെന്താ ഈ എക്സ്റ്റേണൽ ഒരു ഫാക്ടർ ഇല്ലാണ്ട് പോലും ഇവിടെ ഉറപ്പായിട്ടും എന്ത് പോളിനേഷൻ നടക്കും, കാരണം അവരെ ഫ്ലവേഴ്സ് ക്ലോസ്ഡ് ആണ് ക്ലീസ്റ്റോഗാമസ്. പക്ഷെ ചാസ്മോഗാമസ് എന്താ ഓപ്പൺ ഫ്ലവേഴ്സ് ആവും, പക്ഷെ അവർ സിമിലർ സ്പീഷീസിൽ പോയിട്ടാണ് അവര് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് ഓട്ടോഗാമി. ഓട്ടോഗാമി കഴിഞ്ഞാൽ ഞാൻ പറയാം ജീപ്നോഗാമി ഉണ്ട്. ജീപ്നോഗാമി എന്ന് പറയുന്നത് നമ്മളുടെ പോളൻ ഗ്രെയിൻസ് ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്. അതായത് പ്ലാന്റ് ഒക്കെ സെയിം ആണ്, പക്ഷെ വേറൊരു ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റിൽ ട്രാൻസ്ഫർ ആയാലാണ് നമ്മൾ എന്ത് പറയാം, അതിനെയാണ് ജീപ്നോഗമി എന്ന് പറയാം. അപ്പൊ ഇത് ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ ആണ്, കാരണം ഇതിന് പോളിനേറ്റിംഗ് ഏജന്റ് വേണം. ഓക്കെ, പക്ഷെ അവർ ജനറ്റിക്കലി സിമിലർ ആണ്. ഇനി സീനോഗമി. സീനോഗമി എന്ന് പറയുന്നത് എന്താ, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ഡിഫറെന്റ് പ്ലാന്റ്. ഓക്കെ, ഇനി xenogamy. Xenogamy എന്ന് പറയുന്ന ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം അനദർ ടു സ്റ്റിഗ്മ ഓഫ് ഡിഫറെന്റ് പ്ലാന്റ്.
വേറൊരു പ്ലാന്റിൽ തന്നെ പോയി ലാൻഡ് ചെയ്യും. ഇതാണ് എന്താ പറയാ ജനറ്റിക്കലി ഡിഫറെന്റ് ആണത്. ഓക്കെ, ഇനി ഏജൻസ് ഓഫ് പോളിനേഷൻ എന്താ? ഏജൻസ് ഓഫ് പോളിനേഷൻ ഞാൻ പറഞ്ഞു, ക്രോസ് പോളിനേഷൻ നടക്കണമെങ്കിൽ വേറെ കുറച്ച് ഏജൻസ് വേണം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്താ പറയുക ഏജൻസ് ഓഫ് പോളിനേഷൻ. മറ്റേ ഇതാവാം നമ്മളുടെ എന്താ പറയും നമ്മളുടെ എയർ ആവാം, ആനിമൽസ് ആവാം, പിന്നെ നമ്മളുടെ ഇതും ആവാം, എന്ത് ഇൻസെക്ട്സും ആവാം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഏജൻസ് ഓഫ് പോളിനേഷൻ എബയോട്ടിക്കും ആക്കാം, ബയോട്ടിക്കും ആക്കാം. എബയോട്ടിക് എന്ന് പറയുന്നത് നമ്മളുടെ ആർട്ടിഫിഷ്യൽ, അതായത് പുറത്തുനിന്നുള്ളത്, ജീവനില്ലാത്തത്, നമ്മളുടെ വിൻഡ് ആവാം, വെള്ളമാവാം, അല്ലെങ്കിൽ എയർ ആവാം. ഇനി ബയോട്ടിക് എന്ന് പറയുന്നത് അനിമൽസ് അല്ലെങ്കിൽ ഇൻസെക്ട്സ്. ഇപ്പം മെജോറിറ്റി ഓഫ് പ്ലാന്റ്സ് ബയോട്ടിക് ഏജൻസ് യൂസ് ചെയ്യാം. ഇത് ഒരു അസേർഷൻ റീസൺ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് മെജോറിറ്റി ഓഫ് പ്ലാന്റ്സ് എന്ത് നമ്മൾ ബയോട്ടിക് ഏജൻസ് യൂസ് ചെയ്യണം. ഇനി ഈ കുറച്ച് സ്മോൾ പ്രൊപ്പോർഷൻ ഓഫ് പ്ലാന്റ്സ് ആണ് എന്ത് ബയോട്ടിക് ഏജൻസ് യൂസ് ചെയ്യണം. ബയോട്ടിക് ഏജൻസ് എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ വെള്ളം, വായു ആണെങ്കിൽ ഇത്ര തന്നെയുള്ളൂ. സോറി. അപ്പോ പക്ഷെ ഇത് സർട്ടൻ അല്ല, ഇതുകൊണ്ട് പോളിനേഷൻ ഉണ്ടാവുന്ന എന്താ സർട്ടൻ അല്ല. അപ്പൊ അതൊക്കെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് ആണ് ഞാൻ പറയാം. ഇനി പോളിനേഷൻ ബൈ വിൻഡ് ആണ് ഏറ്റവും കോമൺ. എബയോട്ടിക് പോളിനേഷൻസിൽ ഏറ്റവും കോമൺ ബൈ വിൻഡ് ആണ്. അപ്പൊ വിൻഡ് പോളിനേഷൻ ആണ് അത്. ആ പോളൻ ഗ്രെയിൻ എന്താ പറയാ പറക്കണമെങ്കിൽ എന്ത് വേണം? ഫെദറി ആവണം, പിന്നെ ലാർജ് ഓഫ് ഫെദറി സ്റ്റിഗ്മ ആയിരിക്കണം, പിന്നെ ഈ പോളൻ ഗ്രെയിൻസ് ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കണം, നോൺ സ്റ്റിക്കി ആയിരിക്കണം. ഇപ്പൊ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ് ആണെങ്കിൽ പറക്കുന്ന സമയത്ത് വേറെ എവിടെയെങ്കിലും ഒക്കെ പോയിരുന്ന എന്താ പറയാ സ്റ്റിക്കിനെസ് ഉണ്ടാവില്ലേ, സ്റ്റിക്ക് ചെയ്തിരിക്കും. പിന്നെ സ്റ്റേമെൻസ് വെൽ എക്സ്പോസ്ഡ് ആയിരിക്കണം. പിന്നെ നമ്മൾ ആ സ്റ്റിഗ്മ ലാർജ് ഫെദറി ആയിരിക്കണം, കാരണം പോളൻ ഗ്രെയിൻസിന് ട്രാപ്പ് ചെയ്യാൻ. ഓക്കെ, ഇതിന് എക്സാമ്പിൾസ് ആണ് നമ്മളുടെ കോൺ കോബ്. ഓക്കെ, ഇനി പോളിനേഷൻ ബൈ വാട്ടർ എന്താ? വെള്ളത്തിന്റെ ഉള്ളിൽ നടക്കണ എന്താ? മോസ്റ്റ്ലി മോണോകോട്സിലാണ്. അപ്പോ നിങ്ങൾക്കറിയാം വെള്ളം എന്താ മെയിൽ ഗാമീറ്റ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നത്, ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്. അതേപോലെ നമ്മളുടെ വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ്സ് ഉണ്ട്, അതാണ് വാലിസ്നേറിയ, ഹൈഡ്രില്ല, പിന്നെ മെറൈൻ ഗ്രാസി, ഗ്രാസൈ, സോസ്ട്ര. എല്ലാ അക്വാട്ടിക് പ്ലാന്റ്സിനും എന്താ വെള്ളം ഉപയോഗിക്കില്ല. ചിലവരെന്താ ഈ വാട്ടർ ലിലി, ഹയാസിന്ത് ഒക്കെ വെള്ളത്തിൽ തന്നെയാണ്, പക്ഷെ അവരുടെ ഫ്ലവേഴ്സ് എന്താ വെള്ളത്തിന് മുകളിലാണ്. അപ്പോൾ ഇൻസെക്ട് അല്ലെങ്കിൽ വിൻഡ് വഴിയാണ് അവര് പോളിനേറ്റ് ആവുക. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വാലിസ്നേറിയ ഉണ്ട്. വാലിസ്നേറിയയിൽ ഫീമെയിൽ ഫ്ലവർ റീച്ച് ദ സർഫസ് ഓഫ് വാട്ടർ എന്താ by long stalk, and male flowers or pollen grains are released onto the surface of water. Okay. ഇനി ഞാൻ പറഞ്ഞു വെള്ളത്തിലുള്ള എല്ലാ പ്ലാന്റ്സിനും എന്താ വാട്ടർ തന്നെയല്ല നമ്മളുടെ പോളിനേറ്റിംഗ് ഏജന്റ്. ബാക്കി എന്ത് നമ്മളുടെ ഫ്ലവേഴ്സ് ആവാം, നമ്മളുടെ ആക്ച്വലി വാട്ടർ ലില്ലി, വാട്ടർ ഹയാസിന്തിനൊക്കെ ഫ്ലവേഴ്സ് വെള്ളത്തിന്റെ മുകളിലാണ്. വെള്ളത്തിന്റെ മുകളിലാണെങ്കിൽ എന്താ നമ്മൾ ആക്ച്വലി വിൻഡ് അല്ലെങ്കിൽ ഇൻസെക്ട് വഴിയാ പോളിനേറ്റ് ചെയ്യാം. ഇനി ചില സീ ഗ്രാസസ് ഒക്കെ ഉള്ളിലുള്ളത് വാട്ടർ കറന്റ് വഴി പോവും. ഇവരുടെ പോളൻ ഗ്രെയിൻസിന്റെ പ്രത്യേകത നീളമുള്ളതാവും, കാരണം വെള്ളത്തിന്റെ കൂടെ ഒഴുകി പോണെങ്കിൽ നീളം റിബൺ ലൈക്ക് ആയിരിക്കണം. അപ്പൊ അത് കാരണം അത് ഈസിലി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മളുടെ എബയോട്ടിക് ആയ വാട്ടറും പിന്നെ വിൻഡും. ഈ ബയോട്ടിക്കിൽ നമുക്ക് ഇൻസെക്ട്സ് ഉണ്ട്, കുറച്ച് ആനിമൽസ് ഉണ്ട്. ഇൻസെക്ട്സ് പോളിനേറ്റിംഗ് ഏജന്റ് ആവണമെങ്കിൽ എന്തായിരിക്കും ഫ്ലവറിന്റെ പ്രത്യേകത? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. ഇൻസെക്ടിന് അത് ആ നെക്ടർ കുടിക്കണമെങ്കിൽ അത് കളർഫുൾ ഫ്ലവർ ആയിരിക്കണം, എന്തെങ്കിലും അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് വേണം. അപ്പൊ അതിൽ ബീസ് ആവാം, ബട്ടർഫ്ലൈ ആവാം, ബീറ്റിൽസ്, വാസ്പ്. ചില ബേർഡ്സ് ഉണ്ട്, ഹമ്മിങ് ബേർഡ്സ്, സൺബേൺസ്, ഇതൊക്കെ ചെറിയ ബേർഡ്സ്, ബാറ്റ്. ഇതൊക്കെയാണ് കോമൺ പോളിനേറ്റിംഗ് ഏജന്റ്സ്. ഇനി നമ്മൾ ആനിമൽസും ഇൻസെക്ട്സിലും എന്താ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ബീസ് ആണ് ആക്ച്വലി ഏറ്റവും ഡോമിനന്റ് എന്താ ബയോട്ടിക് പോളിനേറ്റിംഗ് ഏജന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു പ്ലാന്റ്സിൽ ബയോട്ടിക് ആണ് ഏറ്റവും കോമൺ. ഇനി എബയോട്ടിക്കില് കോമൺ ആയിട്ട് എന്താ? എബയോട്ടിക്കില്
ഏറ്റവും കോമൺ വിൻഡ് വഴിയാണ്. ഇനി ബയോട്ടിക്കിൽ എന്താ? ബയോട്ടിക്കിൽ ആക്ച്വലി നമ്മളുടെ ബീസ് ആണ് കോമൺ. പിന്നെ വലിയ അനിമൽസ് ആയ പ്രൈമേറ്റ്സ് ആയ ലെമേഴ്സ്, അത് ലയൺ പോലത്തെ ഒരു അനിമലാണ്. പിന്നെ റോഡൻസ് അല്ലെങ്കിൽ റെപ്റ്റൈൽസ്, ഇതും പോളിനേറ്റിംഗ് ഏജൻസ് ആണ്. ഇനി ഞാൻ പറഞ്ഞു ഫ്ലവറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇൻസെക്ട് പോളിനേറ്റഡ് ആവണമെങ്കിൽ ലാർജ്, കളർഫുൾ, ഫ്രാഗ്രന്റ് ആൻഡ് റിച്ച് ഇൻ നെക്ടർ പോലത്തെ ഫ്ലവേഴ്സ് വേണം. ഓക്കെ. ഈ അനിമൽസ് എന്താ? ഫ്ലവേഴ്സിന് അനിമൽസ് അട്രാക്ട് ആവും ഫ്ലവേഴ്സ് വഴി. എങ്ങനെ? കളർ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് വഴി. ഓക്കെ. അപ്പൊ നെക്ടറും പോളൻ ആർ യൂഷ്വലി ദ ഫ്ലോറൽ റിവാർഡ്സ് എന്ന് നമ്മൾ പറയാം. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പോളിനേഷൻ ടൈപ്സ് ഓഫ് പോളിനേഷൻ പറഞ്ഞു. ഓട്ടോഗാമസ്, ജീറ്റോഗാമസ്, സീനോഗാമസ് ഒക്കെ ഞാൻ പറഞ്ഞു. പോളിനേറ്റിംഗ് ഏജൻസ് പറഞ്ഞു. വിൻഡ്, എയർ, വിൻഡ്, വാട്ടർ, പിന്നെ നമ്മളുടെ വിൻഡ്, വാട്ടർ, പിന്നെ ഇൻസെക്ട്സ്, ആനിമൽസ്. ഓക്കെ. ഇനി നമുക്ക് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ് അതെന്താന്ന് നമുക്ക് പറയാം, ആ ടേം. അതായത് കുറെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇല്ലേ, അവരെന്ത് ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ എന്താ, ഈ പോളൻ ഗ്രെയിൻസ് എന്താ സെയിം ഫ്ലവറിന്റെ സിഗ്മയിലായിട്ട് എന്താ ലാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ കണ്ടിന്യൂഡ് ഈ സെൽഫ് പോളിനേഷൻ എന്തുണ്ടാക്കും? ഇൻബ്രീഡിങ് ഡിപ്രഷൻ. അതായത് വീണ്ടും ആ പോളൻ ഗ്രെയിൻ തന്നെ സ്റ്റിഗ്മയിൽ വന്നു. അതായത് ബോറടിച്ചു സ്റ്റിഗ്മ, എനിക്കിനി നിന്നെ വേണ്ട, എനിക്ക് വേറെ പുതിയ ആൾക്കാർ വേണം. എന്നുവെച്ചാൽ ഇങ്ങനെ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ ഒരു ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും. ആ ഗേൾ ഫ്രണ്ട് എന്തായി, ആ ബോയ് ഫ്രണ്ട് തന്നെ വന്ന് സംസാരിച്ച് ബോറടിച്ചു. അത് കാരണം ആ ഗേൾ ഫ്രണ്ടിന് വേറൊരു ബോയ് ഫ്രണ്ടിനായി സംസാരിക്കാൻ തോന്നി. ഇത് ഞാൻ ഇങ്ങനെ എക്സാമ്പിൾ പറയില്ല, അങ്ങനെ സെക്സിസ്റ്റർമാർക്ക് പറയല്ല, ഞാൻ ഇതൊരു നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻബ്രീഡിങ് ഡിപ്രഷൻ. ഓക്കെ. അപ്പൊ ഈ ഇൻബ്രീഡിങ് ഡിപ്രഷൻ എങ്ങനെയാ വരുന്നത്? കണ്ടിന്യൂസ് ആയ സെൽഫ് പോളിനേഷൻ വഴിയാണ് വരുന്നത്. ഓക്കെ. ഹെർമാഫ്രോഡൈറ്റ് ഫ്ലവേഴ്സിൽ ഈ പോളൻ ഗ്രെയിൻസും മറ്റേ സ്റ്റിഗ്മ എപ്പോഴും ക്ലോസ് കോണ്ടാക്ട്. അപ്പോൾ സ്റ്റിഗ്മയ്ക്ക് ബോറടിച്ചു, അപ്പൊ അത് കാരണം ഇൻബ്രീഡിങ് ഡിപ്രഷൻ. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സിന് ക്രോസ് പോളിനേഷൻ, ഈ ഗാർഡനിങ്ങിൽ ക്രോസ് പോളിനേഷൻ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുക. ഇനി ചില സ്പീഷീസിൽ ഈ പോളൻ റിലീസും സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റിയും സിൻക്രൊണൈസ്ഡ് അല്ല. അപ്പൊ ഇത് അല്ലെങ്കിൽ പോളൻ എന്താ സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആവുന്നതിന് മുമ്പ് റിലീസ് ആവും, അല്ലെങ്കിൽ സ്റ്റിഗ്മ റിസെപ്റ്റീവ് ആവും പക്ഷെ പോളൻ റിലീസ് ആയില്ല. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനാണ് കുറച്ച് ഡിവൈസസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ ഡിവൈസസ് നമ്മൾ ഓട്ടോഗാമി പ്രിവെന്റ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള തേർഡ് ഡിവൈസ് ആണ് സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി. ഓക്കെ. അപ്പൊ ഒരു ജനറ്റിക് മെക്കാനിസം ആണ്. അതെന്താ, സെൽഫ് പോളിനേഷൻ പ്രിവെന്റ് ചെയ്ത് എന്ത് ഓവ്യൂൾസ് ഫെർട്ടിലൈസ് ചെയ്യാൻ സമ്മതിക്കില്ല, പിന്നെ പോളൻ ട്യൂബ് ഗ്രോത്ത് ഉണ്ടാക്കില്ല. ഓക്കെ. അതാണ് സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി. ഈ വേറൊരു ഡിവൈസ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ സെൽഫ് പോളിനേഷൻ എന്താ പ്രൊഡക്ഷൻ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് അല്ലേ. അപ്പൊ ഈ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിന്റെ പ്രൊഡക്ഷൻ നമ്മൾ പ്രിവെന്റ് ചെയ്യണം. ഇനി ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ്. നമുക്ക് ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്താ മാറ്റാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് നടത്താൻ പറ്റും, അതാണ് ഔട്ട് ബ്രീഡിങ് ഡിവൈസസ്. ഇനി നമുക്ക് എന്താ പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ. ഇനി ഇതിന്റെ സൈഗോട്ട് എങ്ങനെ ഉണ്ടാവണേന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ പോളിനേഷൻ എന്താ, ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി എന്താ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ടൈപ്പ് ഓഫ് പോളൻ. ഓക്കെ. റൈറ്റ് ടൈപ്പ് ഓഫ് പോളൻ എന്ന് പറഞ്ഞാൽ എന്ത്, അതായത് പോളൻ ഗ്രെയിൻ വന്നു പക്ഷെ അത് കോമ്പാക്റ്റബിൾ ആയിരിക്കണം. കോമ്പാക്റ്റബിൾ അതായത് രണ്ട് ഫ്രണ്ട്സ് ഒരുമിച്ച് ആവണമെങ്കിൽ എന്താ, അവർ തമ്മിൽ എന്തെങ്കിലും കോമൺ ആയ ചീസ് വേണ്ട, ഒരു കോമൺ ആയ എന്തെങ്കിലും ഫീച്ചർ വേണ്ടേ. അതേപോലെ പോളനും സ്റ്റിഗ്മയും കോമ്പാക്റ്റബിൾ ആണ്. ഒരു വേറൊരു ഫ്രണ്ട് നിങ്ങൾ സംസാരിക്കാത്ത ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ നോർമലി സംസാരിക്കില്ലല്ലോ. അതേപോലെ പോളൻ ഓഫ് ദ റോങ് ടൈപ്പ് വേറെ ഏതെങ്കിലും സ്പീഷീസിലൊക്കെ വന്നിരുന്നാൽ അതിനെ നമ്മൾ ഇൻകോമ്പാക്റ്റബിൾ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ നമ്മളുടെ പിസ്റ്റലിനാണ് നമുക്ക് എന്താ ഇത് റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവുള്ളത്, ഇത് എന്റെ ഫ്രണ്ട് ആണോ അല്ലേ എന്നുള്ളത്. ഓക്കെ.
അപ്പൊ അത് റോങ് ടൈപ്പ് ആണ് എന്ന് വെച്ചാൽ എന്റെ ടൈപ്പുള്ള ആളില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ റിജക്ട് ചെയ്യും, അയാളായി സംസാരിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ അത് തന്നെയാണ് നമ്മൾ പോളൻ റോങ് ടൈപ്പ് ആണെങ്കിൽ പിസ്റ്റൽ റിജക്ട് ചെയ്യും, എന്നിട്ട് പോളൻ ജെർമിനേഷൻ പ്രിവെന്റ് ചെയ്യും, പോളൻ ട്യൂബ് ഗ്രോത്ത് ഉണ്ടാവില്ല. ഇതിനെയാണ് എന്താ പറയാ, ഒരു പേര് പറയും, ദ എബിലിറ്റി ഓഫ് പിസ്റ്റൽ എന്താ, ടു റെക്കഗ്നൈസ് ദ പോളൻ followed by its acceptance or rejection is the result of a continuous dialogue between pollen grain and the pistil. ഈ ഡയലോഗിനെയാണ് എന്താ പറയാ, നമ്മള് ഇതിനെയാണ് കണ്ടിന്യൂസ് ഡയലോഗ് എന്ന് പറയാം. ഇത് ആക്ച്വലി കെമിക്കൽ കമ്പോണൻസിന്റെ പോളൻ അത് വഴിയാണ് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു പോളൻ ഗ്രെയിൻ വന്നു, ഇപ്പൊ ഒരു കോമ്പാക്റ്റബിൾ ആയ പോളൻ ഗ്രെയിൻ വന്നു സ്റ്റിഗ്മയുടെ മുകളിൽ. അപ്പൊ വന്നു കഴിഞ്ഞാൽ എന്താ, ഈ മെയിൽ ഗാമറ്റിഫൈഡ് ഡെവലപ്മെന്റ് വീണ്ടും നടക്കും, പോളൻ ട്യൂബ് ഗ്രോത്ത് നടക്കും. പോളൻ ട്യൂബ് ഗ്രോത്ത് എന്താ, നമ്മുടെ സ്റ്റിഗ്മേന്ന് സ്റ്റൈൽ വഴി വന്ന് ഓവറി എത്തും. ഓക്കെ, ഈ ഓവറി എത്തിയാൽ നിങ്ങൾ ആലോചിക്കണം ഇനി എന്തൊക്കെ നടക്കും. നോർമൽ കുറച്ച് പ്ലാന്റ്സിൽ പോളൻ ഗ്രെയിൻസ് 2 സെൽ കണ്ടീഷനിലാണ് അത് ഒരു ഷെഡ് ആവുക, അതായത് ഒരു വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. അപ്പൊ അങ്ങനെയുള്ള സെല്ല് നമ്മൾ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗാമീറ്റ് ഉണ്ടാവും ഈ പോളൻ ട്യൂബ് ഫോർമേഷന് സമയത്ത്. പക്ഷെ ചില പോളൻ എന്താ 3 സെൽ കണ്ടീഷനിൽ അവര് എന്താ പറയാ ഷെഡ് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും, പോളൻ ട്യൂബിൽ ഓൾറെഡി 2 മെയിൽ ഗാമീറ്റ് ഉണ്ടാവും. അപ്പൊ പോളൻ ട്യൂബ് നമ്മള് ഓവറിൽ എത്തിയത് ഓവ്യൂളിൽ എത്തും ത്രൂ എന്താ മൈക്രോപൈൽ. മൈക്രോപൈൽ ഞാൻ പറഞ്ഞു ആ ഇന്റർമെന്റ്സിന്റെ ഇടയിലുള്ള ഓപ്പണിംഗ് ആണ്. അപ്പൊ പോളൻ ട്യൂബ് അതിന് എൻ്റർ ചെയ്ത് എന്ത് നമ്മളുടെ സിനർജിറ്റ്സില് എൻട്രിയും. സിനർജിറ്റ്സ് ഞാൻ പറഞ്ഞു മൈക്രോപൈലാർ എൻഡിലാണ്, എഗ് അപ്പാരറ്റസിന്റെ സൈഡില്. ഇനി സിനർജിറ്റ്സ് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമ്മളുടെ പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ഈ മെയിൽ ഗാമീറ്റ് നമ്മള് ഓവ്യൂളായി ഫീമെയിൽ ഗാമീറ്റ് ആയി എന്ത് ചെയ്യും, ഫെർട്ടിലൈസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവും. ഓക്കെ, ഇനി ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതെന്താ, നമ്മൾ ഈ സയന്റിസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഈ ബോട്ടണി ഒക്കെ പഠിക്കണവര് നമ്മൾ ട്രൈ ചെയ്യും. അതായത് പല സ്പീഷീസിന്റെ പല ജനറയുടെ എന്താ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എന്താ പറയുക ക്രോസ് ചെയ്ത് നമുക്ക് ആ ക്രോപ്പിൽ ഉണ്ടാക്കാൻ, അതായത് വീറ്റിന്റെ ഒരു ക്വാളിറ്റിയും റൈസിന്റെ ഒരു ക്വാളിറ്റിയും ഞാൻ എടുത്ത് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി. പക്ഷെ അത് റൈസും വീറ്റും അല്ല. ഇതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാം. ഇനി ഒരു ഫീമെയിൽ പാരന്റിൽ എന്താ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ട്, അതായത് 2 എണ്ണം ഉണ്ട്, ആന്തറും ഉണ്ട് പിസ്റ്റിലും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പാരന്റില് നമ്മള് എന്താ ആന്തേഴ്സ് റിമൂവ് ചെയ്യും. ഈ ആന്തർ ഡെഹിസൻസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫോർസെപ്സ് വഴി. ഈ ആന്തർ ഡെഹിസൻ അതിനെയാണ് നമ്മൾ ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഇമാസ്കുലേറ്റഡ് ഫ്ലവർ നമ്മളൊരു ബാഗ് ആയിട്ട് കവർ ചെയ്യും. അത് കാരണം ഇത് എന്ത് ചെയ്യും, ഈ സ്റ്റിഗ്മയില് അൺവാണ്ടഡ് പൊളൻ വരില്ല. ഈ പ്രോസസ്സിനെ നമ്മൾ ബാഗിംഗ് എന്ന് പറയും. ഇനി സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ആയി കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മള് ആന്തറിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരുന്നു, അതിന് മെച്ചുവർ പോളൻ ഗ്രെയിൻസ് നമ്മൾ എന്താ പറയാ കളക്ട് ചെയ്ത് വെച്ചിരുന്നു. അത് കളക്ട് ചെയ്ത് നമ്മൾ സ്റ്റിഗ്മയിൽ ഇടും. ഇതിനെയാണ് നമ്മൾ ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ടെക്നിക്. അതായത് ഞാൻ പറഞ്ഞുതരാം, ഒരു പ്ലാന്റ് ഉണ്ട്, ആ ഫ്ലവറിൽ എന്തുണ്ട്, ആ ഫ്ലവറിൽ ഒരു ആന്തറും ഉണ്ട്, നമ്മളുടെ ഫീമെയിൽ ഗൈനേഷ്യം ഉണ്ട്. ഓക്കെ, പക്ഷെ എന്താ പറയുക, ഇവരുടെ ഈ പോളിനേഷൻ സിൻക്രണൈസ്ഡ് അല്ല. അതായത് പോളൻ ഗ്രെയിൻസും ട്രാൻസ്ഫർ ആവുന്ന സമയവും ഈ സ്റ്റിഗ്മയിൽ റിസെപ്റ്റിവിറ്റി ഉണ്ടാവുന്ന സമയവും സെയിം അല്ല. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു ആവശ്യമില്ലാണ്ട് ഇങ്ങനെ പോളിനേഷൻ വന്നിട്ട് ഒരു കാര്യമില്ല, കാരണം നമുക്ക് സൈഗോട്ട് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റ്സിൽ നമ്മളൊരു ടെക്നിക്ക് ഉണ്ട്, ഇമാസ്കുലേഷൻ എന്ന് പറയും. ആ ഇമാസ്കുലേഷൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഏറ്റവും ആദ്യം ആന്തർ ഈ ഡെഹിസൻസ് ആവുന്നതിന് മുമ്പ് ജസ്റ്റ് തൊട്ട് മുമ്പ് നമ്മളത് ആന്തറിനെ റിമൂവ് ചെയ്യും. ഒരു ഫോർസെപ്സ് വഴി നമ്മൾ വെട്ടി മാറ്റി വയ്ക്കും. എന്നിട്ട് അതിൽ അത് കഴിഞ്ഞ് ആന്തർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഡെഹിസൻസ് കഴിഞ്ഞ ആ പോളൻ ഗ്രെയിൻസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഇതിന് ഇമാസ്കുലേഷൻ വന്നു. ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ നമ്മളുടെ ബാക്കി ആ ഫ്ലവറിൽ എന്ത് സ്റ്റിഗ്മ ഉണ്ട്, അപ്പൊ ആ സ്റ്റിഗ്മ ഞാൻ കവർ ചെയ്തു ഒരു ബാഗ് വെച്ച്. ആ ബാഗ് ആക്ച്വലി ബട്ടർ പേപ്പർ വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്, കാരണം നമ്മള് വേറെ പുറത്തുള്ള പോളൻ ഗ്രെയിൻ വരരുത് സ്റ്റിഗ്മയില്. ഇതിനെയാണ് ബാഗിങ് എന്ന് പറയുക.
ഇനി ഈ ബാഗ് ചെയ്ത ഫ്ലവർ എന്താ പറയാ മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ സ്റ്റിഗ്മയിൽ റിസപ്റ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ഈ ബാഗ് എടുത്ത് മാറ്റി ആ പോളൻ ഗ്രെയിൻസ് വെക്കും അവിടെ മുകളിൽ. എന്നിട്ട് എന്താവും, ഫെർട്ടിലൈസേഷൻ നടക്കും, പിന്നെ ഫ്രൂട്ട്സ് എന്താ ഉണ്ടാവും, അതായത് സീഡ് ഡെവലപ്പ് ചെയ്ത് ഫ്രൂട്ട് ഡെവലപ്പ് ആവും. ഓക്കെ, ഇതാണ് ഇമാസ്കുലേഷൻ. ഇനി നമുക്ക് ഡബിൾ ഫെർട്ടിലൈസേഷൻ ഒന്ന് ജസ്റ്റ് മെയിൻ ഈ ഡയഗ്രാം വഴി നോക്കാം എങ്ങനെയാ നടക്കണേന്ന്. അപ്പോ ഞാൻ പറഞ്ഞു നമ്മളുടെ പോളൻ ട്യൂബ് എന്താ, പോളൻ ട്യൂബ് നമ്മളുടെ ഇവിടെ സ്റ്റൈലിൽ നിന്ന് ഓവറിയിലെത്തി. ഇനി ഓവറിയിൽ നിന്ന് ഓവ്യൂളിലേക്ക് എത്തണമെങ്കിൽ എന്താ, മൈക്രോപൈലിൽ നിന്ന് വന്നു. ഇനി പോളൻ ട്യൂബ് എന്താ, ഈ മൈക്രോപൈലിൻ സിനർജിറ്റ്സ് എത്തിക്കഴിഞ്ഞാൽ രണ്ട് മെയിൻ ഗാമീറ്റ് നമ്മളുടെ സിനർജിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഇടും. ഇനി ഇതിലത്തെ ഒരു മെയിൽ ഗാമീറ്റ് XL ആയിട്ട് എന്താ പറയാ ഫ്യൂസ് ചെയ്യും. അപ്പൊ കംപ്ലീറ്റ് സിൻഗമി. ഇത് കാരണം ഒരു ഡിപ്ലോയിഡ് സെല്ലായ സൈഗോട്ട് ഉണ്ടാവും. ഇനി എന്താ, അതർ മെയിൽ ഗാമീറ്റ് എന്താ, രണ്ട് പോളാർ ന്യൂക്ലിയൈ ആയിട്ട് എന്താ പറയാ ലൊക്കേറ്റ് ചെയ്യും. രണ്ട് പോളാർ ന്യൂക്ലിയൈ എന്താ പറയാ സെൻട്രൽ സെല്ലുള്ള രണ്ട് പോളാർ ന്യൂക്ലിയന്റെ അടുത്ത് പോയിട്ട് ഒരു ട്രിപ്ലോയിഡ് എന്തുണ്ടാക്കും, പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഓക്കെ, ഇതിനെയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു രണ്ട് മെയിൽ ഗാമീറ്റ് ഉണ്ട്, ഒരു മെയിൽ ഗാമീറ്റ് XLI ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാക്കും. അടുത്തത് എന്തുണ്ടാവും, അടുത്ത മെയിൽ ഗാമീറ്റ് നമ്മളുടെ സെൻട്രൽ സെല്ലിൽ പോയി രണ്ട് പോളാർ ന്യൂക്ലിയൈ ഉണ്ട്, അവർ മൂന്നുപേരും ഫ്യൂസ് ചെയ്ത് ഒരു ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയണം. ഇനി രണ്ട് ടൈപ്പ് ഓഫ് ഫ്യൂഷൻസ് ഉണ്ട്, സിംഗമിയും നടക്കുന്നുണ്ട്, ട്രിപ്പിൾ ഫ്യൂഷൻ നടക്കുന്നുണ്ട്. അത് കാരണമാണ് നമ്മൾ ഇതിനെ എംബ്രിയോ സാക്കിൽ ഉണ്ടാവണ ഈ ഒരു യുണീക്ക് ബ്യൂട്ടിഫുൾ ഇവന്റ് ആണത്. ഇതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സിന് യുണീക്ക് ആയിട്ടുള്ള എന്താ ഒരു പ്രോസസ് ആണത്. ഇനി പ്രൈമറി എൻഡോസ്പേം സെല്ലാണ് അവസാനം എൻഡോസ്പേമായി മാറുന്നത്, എന്നിട്ട് സൈഗോട്ടാണ് എംബ്രിയോ ആയി മാറുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് നമ്മളുടെ ഫെർട്ടിലൈസേഷൻ പോളിനേഷൻ ഇവന്റ്സ്. ഓക്കെ, മെയിൽ ഗാമറ്റോഫൈറ്റ്, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്, എംബ്രിയോ പഠിക്കണം, പിന്നെ എപ്പോമിക്സിസ് പഠിക്കണം. അത്രയും കഴിഞ്ഞാൽ എന്താ ഈ ചാപ്റ്റർ തീരും. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ എംബ്രിയോ ഉണ്ടായി കഴിഞ്ഞിട്ട് എന്തൊക്കെ ഇവന്റ്സ് ഉണ്ടാവും, അതായത് ഓവ്യൂള് സീഡായി മാറുന്നതും ഓവറി ഫ്രൂട്ടായി മാറുന്നതും എൻഡോസ്പേം ഡെവലപ്മെന്റും, ഇതൊക്കെയാണ് നമ്മളുടെ എന്ത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ്സ്. അപ്പൊ ഫസ്റ്റ് എൻഡോസ്പേം ഡെവലപ്മെന്റ് നോക്കാം. അപ്പോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. എൻഡോസ്പേം ഡെവലപ്മെന്റ് ആക്ച്വലി എന്താ, എംബ്രിയോ ഡെവലപ്മെന്റിന് മുമ്പാണ് നടക്കണം. അതെന്താ കാരണം എൻഡോസ്പേം എന്നാണ് ന്യൂട്രിയൻസ് ഉണ്ടാവണം. അപ്പൊ നമ്മൾ എൻഡോസ്പേം ആദ്യം ഡെവലപ്പ് ആയില്ല, പക്ഷെ എംബ്രിയോ ഡെവലപ്പ് ആയി. പക്ഷെ കാര്യം ഉണ്ടോ, എംബ്രിയോന് ഫുഡ് കിട്ടുമോ, ഇല്ല. അപ്പൊ അത് കാരണം ഏറ്റവും ആദ്യം എൻഡോസ്പേം ഡെവലപ്മെന്റ് നടക്കണം. അപ്പൊ പ്രൈമറി എൻഡോസ്പേം സെല്ലിൽ നിന്നാണ് എൻഡോസ്പേം ഉണ്ടാവുന്നത്. അത് ഡിവൈഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവണം, നമ്മളുടെ ട്രിപ്ലോയിഡ് എൻഡോസ്പേം ടിഷ്യൂ ഉണ്ടാവും. ഇനി ഈ ടിഷ്യൂല് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ട്, അതാണ് ന്യൂട്രീഷനായി ഉപയോഗിക്കുന്നത് ഡെവലപ്പിംഗ് എംബ്രിയോ. ഇനി ഒരു മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് എൻഡോസ്പേം ഡെവലപ്മെന്റ് ഉണ്ട്. അതിൽ ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്താ, സക്സസീവ് ന്യൂക്ലിയർ ഡിവിഷൻ കഴിഞ്ഞ് ഫ്രീ ന്യൂക്ലിയർ ഉണ്ടാക്കും. ഇതിനെയാണ് എൻഡോസ്പേം ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് ന്യൂക്ലിയർ ഉണ്ടായിട്ടുള്ളൂ, ഇനി നമുക്ക് എന്താ സെൽ വാൾ ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് സെൽ വാൾ ഫോർമേഷൻ ഉണ്ടാവും, അത് കഴിഞ്ഞ് സെല്ല് ഉണ്ടാവും. ഓക്കെ, നമ്മളുടെ കോക്കനട്ട് വാട്ടർ ഇല്ലേ, ടെൻഡർ കോക്കനട്ടിന്, അത് ജസ്റ്റ് എന്താ, അത് ആക്ച്വലി എൻഡോസ്പേം ആണ്, ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം ആണ്. പക്ഷെ അതിന്റെ സറൗണ്ടിങ് നമ്മൾ ആ കരിക്ക് തിന്നില്ലേ, നമ്മള് ചൊരണ്ടി തിന്നും നമ്മള്, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് വൈറ്റ് കേർണൽ. അത് ആക്ച്വലി സെല്ലുലാർ എൻഡോസ്പേം ആണ്. ഇനി ചില സമയത്ത് ഈ സീഡ്സ് ഒക്കെ ഈ എംബ്രിയോ ഫുൾ എൻഡോസ്പേം കൺസ്യൂം ചെയ്യും, ഡെവലപ്പ് ചെയ്യും എംബ്രിയോ ഈ സീഡ് മെച്ചുറേഷന് മുമ്പ്. അതാണ് നമ്മളുടെ ഈ പൾസസ് ഇല്ലേ, പൾസസ് ഒക്കെ ആ സീഡ്സ് അല്ല നമ്മൾ തിന്നണം, പക്ഷെ അത് ഫുൾ ന്യൂട്രീഷ്യസ് ആണ്. കാരണം എന്താ, എൻഡോസ്പേം മൊത്തം സീഡ് എടുത്തു ഡെവലപ്മെന്റിന് മുമ്പ് തന്നെ. അതാണ് നമ്മളുടെ പൾസസ്. ഇനി ചിലതില് മെച്ചുവർ സീഡിലും ബാക്കി ഉണ്ടാവും എൻഡോസ്പേം, അതാണ് നമ്മളുടെ കാസ്ട്രനെ കോക്കനട്ട്. ഓക്കെ,
ഇതാണ് എന്ത് എൻഡോസ്പേം ഡെവലപ്മെന്റ്. ഇനി എന്താ നമുക്ക് എംബ്രിയോ പഠിക്കണം. എംബ്രിയോ, സീഡ്, അത് കഴിഞ്ഞാൽ അപ്പോമിക്സിസ്. ഇപ്പൊ എംബ്രിയോ എന്താ ഞാൻ പറഞ്ഞു, മൈക്രോപൈലാർ എൻഡിലാണ് നമ്മളുടെ എന്ത് ഈ XL ലൈഫ് യൂസ് ചെയ്ത് എംബ്രിയോ അവിടെ ഉണ്ടാവുക, സൈഗോട്ട്. അപ്പൊ embryo develops at the micropylar end of the embryo sac where the zygote is situated. ഇനി ഈ സൈഗോട്ട്സ് ഡിവൈഡ് ചെയ്ത് എപ്പോഴാ? ഓൺലി ആഫ്റ്റർ സർട്ടൻ എമൗണ്ട് ഓഫ് എൻഡോസ്പേം ഇസ് ഫോംഡ്. അപ്പോഴാണ് എന്താ പറയാ മോസ്റ്റ്ലി സൈഗോട്ട്സ് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഈ അഡാപ്റ്റേഷൻ കാരണം ന്യൂട്രീഷൻ കിട്ടും നമ്മളെ ഡെവലപ്പിംഗ് എംബ്രിയോയില്. അപ്പൊ സ്റ്റേജസ് ഓഫ് എംബ്രിയോ ഡെവലപ്മെന്റ് നമ്മൾ എംബ്രിയോജനി എന്ന് പറയും. അത് മോണോകോട്ട്സും ഡൈകോട്ട്സിലും സെയിം ആണ്. അപ്പൊ സൈഗോട്ട് ആക്ച്വലി ഒരു പ്രോ എംബ്രിയോ ഉണ്ടാക്കും. അത് പിന്നെ ഒരു ഗ്ലോബുലാർ ഹാർട്ട് ഷേപ്ഡ് ഒരു മെച്യൂർ എംബ്രിയോ ഉണ്ടാക്കും. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് പ്ലിമ്യൂളും ഹൈപ്പോക്കൊട്ടൈലും റാഡിക്കളൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഡൈക്കോട്ട് എംബ്രിയോയിലും എംബ്രിയോണൽ ആക്സിസും ഉണ്ട്, 2 കോട്ട്ലിഡൻസും ഉണ്ട്. അപ്പൊ പോർഷൻ ഓഫ് എംബ്രിയോണൽ ആക്സിസ് അബൌട്ട് ദ ലെവൽ ഓഫ് നമ്മളുടെ എപ്പിക്കൊട്ടൈലിനെയാണ് നമ്മൾ എന്ത് പറയണത്, പ്ലിമ്യൂൾ അല്ലെങ്കിൽ സ്റ്റെം ടിപ്പ്. ഇനി ഈ കോട്ട്ലിഡൻസിന്റെ താഴെയുള്ള ലെവലിൽ എന്താ പറയണത്, ഹൈപ്പോക്കൊട്ടൈൽ അല്ലെങ്കിൽ റൂട്ട് ടിപ്പ് അല്ലെങ്കിൽ റാഡിക്കിൾ. അപ്പൊ ഈ റൂട്ട് ടിപ്പ് എന്താ ആക്ച്വലി കവേർഡ് ആണ് എന്തായിട്ട്, റൂട്ട് ക്യാപ്പ് ആയിട്ട്. ഓക്കെ. ഇനി നമ്മളെ മോണോകോട്ട്സിൽ എന്താ ഒരു കോട്ട്ലിഡനെ ഉള്ളൂ. അതിനെയാണ് നമ്മൾ ഗ്രാസ് ഫാമിലിയിൽ ആ കോട്ട്ലിഡനെ സ്ക്യൂട്ടൽ എന്ന് പറയും. ഇനി ഈ സ്ക്യൂട്ടൽ നമ്മൾ റാഡിക്കലിനെ കവർ ചെയ്ത ഒരു അൺഡിഫറൻഷിയേറ്റഡ് ഷീറ്റ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ നമ്മളുടെ മോർഫോളജിയിൽ പറഞ്ഞത് അതിപ്പോ ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നില്ല. അതിനെ കോളിയോറൈസ എന്ന് പറയും. ഇനി ഷൂട്ട് എപ്പെക്സിനെ കവർ ചെയ്യുന്ന ഒരു ഫോളിക്കുലർ സ്ട്രക്ചറിനെയാണ് ഫോളിയാർ സ്ട്രക്ചറിനെയാണ് നമ്മൾ കോളിയോപ്റ്റൈൽ എന്ന് പറയാം. ഇതാണ് എംബ്രിയോ. എംബ്രിയോ കഴിഞ്ഞ് എന്ത് പഠിക്കണം നമുക്ക്, സീഡ് പഠിക്കണം. സീഡ് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മളുടെ എപ്പോമിക്സിസും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എന്ത് ഈ ചാപ്റ്റർ തീർന്നു. നമ്മളുടെ ആൻജിയോസ്പേംസിൽ സീഡാണ് നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റ്. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താണ്, സീഡാണ്. ഇതിന് ആക്ച്വലി ഒരു ഫെർട്ടിലൈസ്ഡ് ഓവ്യൂളാണ്. ഫെർട്ടിലൈസ്ഡ് ഓവ്യൂളിനെയാണ് നമ്മൾ സീഡ്സ് എന്ന് പറയുന്നത്. ഇനി സീഡ്സ് ആർ ഫോംഡ് ഇൻസൈഡ് എന്താ, ഫ്രൂട്ട്സ് പറയും. ഫ്രൂട്ടാണ് നമ്മൾ ഓവറി, അതിന്റെ ഉള്ളിലാണ് സീഡ് ഉണ്ടാവുക. ഈ സീഡിൽ ആക്ച്വലി എന്തുണ്ടാവും, സീഡ് കോട്ട് ഉണ്ടാവും, കോട്ട്ലിഡൻ ഉണ്ടാവും, എംബ്രിയോണിക് ആക്സിസ് ഉണ്ടാവും. ഇനി ഈ കോട്ട്ലിഡൻസ് സിമ്പിൾ സ്ട്രക്ചേഴ്സ് ആണ്. പിന്നെ ചില ഇതിൽ കോട്ട്ലിഡൻസ് തിക്ക് ആൻഡ് സ്വോളൻ ആണ്, കാരണം ഫുഡ് റിസർവ്സ് സ്റ്റോർ ചെയ്യും, ആസ് ഇൻ ലെഗ്യൂംസ്. പിന്നെ മെച്യൂർ സീഡ്സ് ചിലപ്പോൾ നോൺ ആൽബുമിനസ് ആവാം. നോൺ ആൽബുമിനസ് എന്ന് പറയുന്നത് അവർക്ക് റെസിഡ്യൂവൽ എൻഡോസ്പേം ഇല്ല. കാരണം ഇത് ഞാൻ പറഞ്ഞിരുന്നു ഈ പൾസസ് ഒക്കെ കൺസ്യൂം ചെയ്യും എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്ത്. അപ്പൊ അതിനെയാണ് നോൺ ആൽബുമിനസ് എന്ന് പറയാം. ആൽബുമിനസ് എന്ന് പറയുന്നത് എന്താ, ആ എൻഡോസ്പേം ബാക്കി വരും. അതായത് വീറ്റും കാസ്റ്ററിലൊക്കെ ഉള്ള പോലെ ആ ബാക്കി നിൽക്കും. ഇനി ചില സീഡ്സ് ഉണ്ട്, നമ്മളുടെ ബ്ലാക്ക് പെപ്പർ, ബീറ്റ്റൂട്ട് ഒക്കെ, ബീറ്റ്, അവിടെയൊക്കെ എന്താ ഈ ന്യൂസെല്ലസും പെർസിസ്റ്റന്റ് ആയിരിക്കും. ആ പെർസിസ്റ്റന്റ് ന്യൂസെല്ലസിനെയാണ് നമ്മൾ എന്ത് പറയണത്, പെരിസ്പേം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ആണ് നമ്മളുടെ എന്ത്, പെരിസ്പേം. ഇനി നമ്മൾ പറഞ്ഞു ഓവ്യൂൾസിന് ഔട്ടർ കവറിങ് എന്താ, ഇന്റെഗ്യുമെന്റ്സ്. ആ ഇന്റെഗ്യുമെന്റ്സ് ആണ് എന്നിട്ട് എന്ത് ഹാർഡൻ ചെയ്ത് നമ്മളുടെ സീഡ് കോട്ടിന് ടഫ് പ്രൊട്ടക്റ്റീവ് സീഡ് കോട്ട് ഉണ്ടാവണം. ഇനി മൈക്രോപൈല് പക്ഷെ അങ്ങനെ സീഡ് കോട്ടിൽ എന്താ ഓട്ടയായി തന്നെ നിൽക്കും. നിങ്ങൾ കടലൊക്കെ എടുത്ത കാണും ഒരു ഓട്ട പോലെ, അതെന്താ സീഡ് കോട്ടിന്റെ ഇടയിലുള്ള ഓട്ട മൈക്രോപൈലാണ്. ഇനി സീഡ് മെച്യൂർ ആകുമ്പോ എന്താ, ഈ വാട്ടർ കണ്ടന്റ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഈ വാട്ടർ എവിടെന്നാ കിട്ടുന്നത്, നമ്മുടെ മൈക്രോപൈലിൽ നിന്നാണ്. നമ്മളെ വെള്ളവും പിന്നെ എയറും നമ്മളുടെ സീഡിനുള്ളിൽ എൻ്റർ ചെയ്യണം. ഈ ഞാൻ പറഞ്ഞു പക്ഷെ കുറെ കഴിഞ്ഞ് മെച്യൂർ ആയി കഴിഞ്ഞാൽ ഈ വെള്ളം എയറൊക്കെ റിഡ്യൂസ് ചെയ്ത് ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും നമ്മളുടെ സീഡ്. ഇതിനെയാണ് എന്താ പറയാ, ഡോർമെൻസി. എംബ്രിയോ എന്താ പറയാ, സ്റ്റേറ്റ് ഓഫ് ഡോർമെൻസി എത്തി. അതായത് ഫേവറബിൾ കണ്ടീഷൻസ് തിരിച്ചു വന്നാൽ അവർ ജെർമിനേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു ഓവ്യൂൾസ് സീഡ്സ് ആയി. ഇനി ഫ്രൂട്ട് ആരുണ്ടാവണ, ഫ്രൂട്ട് ആക്കണ നമ്മളുടെ ഓവറിയാണ്. ഓക്കെ. ഇപ്പൊ വോൾ ഓഫ് ഓവറി ആണ് നമ്മൾ വോൾ ഓഫ് ഫ്രൂട്ട് ഉണ്ടാക്കുന്ന പെരികാർപ്പ് ഉണ്ട്. അത് ചിലതിൽ ഫ്ലഷി ആയിരിക്കും. മീസോകാർപ്പ് ഫ്ലഷി ആയ ഗുവാവ, മാംഗോ ഉണ്ടാവും.
ചിലരുടെ എൻഡോകാർപ്പ് സ്റ്റോണി ഹാർഡായും നമ്മളെ മാംഗോ. അപ്പൊ ഈ ലെയേഴ്സ് ഒക്കെ ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ആ ഫ്രൂട്ട് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാനത് പറയുന്നില്ല. ഇനി ഈ ഫ്രൂട്ട് ഉണ്ടായി കഴിയുമ്പോഴേക്കും നമ്മളുടെ അതർ ഫ്ലോറൽ പാർട്സിലെ പെറ്റൽസ് അതൊക്കെ കൊഴിഞ്ഞു പോകും നോർമലി. പക്ഷെ ചില സ്പീഷീസിന്റെ ആപ്പിൾ, സ്ട്രോബെറി അവരൊക്കെ തലാമസ് പെർസിസ്റ്റ് ആയി നിൽക്കും അവിടെ ഫ്രൂട്ട് ഫോർമേഷന് സമയത്തും. അതിനെയാണ് നമ്മൾ ഫാൾസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. കാരണം ഇത് നോർമൽ അല്ല, ട്രൂ ഫ്രൂട്ട്സ് പോലെ അല്ലല്ലോ. പിന്നെ ചില ഫ്രൂട്ട്സിന് കംപ്ലീറ്റ്ലി ഓവറിന്ന് ഡെവലപ്പ് ചെയ്ത് ട്രൂ ഫ്രൂട്ട്സ് ഉണ്ടാവും. പിന്നെ ചില ഫ്രൂട്ട്സ് ഉണ്ട് ഈ ഫെർട്ടിലൈസേഷൻ ഇല്ലാണ്ട് ഡെവലപ്പ് ആവണം. അതിനെയാണ് നമ്മൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ബനാന. അപ്പൊ പാർത്തനോകാർപ്പി നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ ഞാൻ കുറച്ച് ഹോർമോൺസ് പറഞ്ഞിട്ടുണ്ട്, ഓക്സിൻ, ഗിബ്രലിക് ആസിഡ്. എവിടെ നമ്മൾ 11th പഠിച്ചതാ. ഇതൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കണം. അപ്പൊ അത് കാരണം നമുക്ക് സീഡ്ലെസ് ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ സഹായിക്കും ഓക്സിനൊക്കെ. അതാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. പിന്നെ സീഡ്സ് ആൻഡ് യൂസ് ഫ്രൂട്ട്സിന് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫസ്റ്റ് ഈ പോളിനേഷനും ഫെർട്ടിലൈസേഷനും ഒക്കെ ഇൻഡിപെൻഡന്റ് ഓഫ് വാട്ടർ. പക്ഷെ സീഡ് ഫോർമേഷൻ കുറെ ഡിപ്പെൻഡബിളും ആണ്. അതാണ് അതിന്റെ വ്യത്യാസം. പിന്നെ സീഡാണ് നമ്മളുടെ അഗ്രികൾച്ചറിന്റെ ബേസിസ്. അതായത് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഒരു കൃഷി നടത്തണമെങ്കിൽ സീഡ് കുഴിച്ചിട്ടിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കണം. ആ സീഡിനെ നമ്മൾ ആക്ച്വലി സ്റ്റോറേജ് ചെയ്യും നന്നായിട്ട്. ഓക്കെ. ഇനിയുള്ള കുറച്ച് ബോറിംഗ് ടോപ്പിക്സ് ആണ്. അതായത് ഹിസ്റ്ററി പോലെ പറയാവുന്നുള്ളൂ, അല്ലാണ്ട് നമുക്ക് സയൻസ് സ്റ്റുഡന്റിന് ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ. ഞാൻ പറഞ്ഞു ചില സീഡ്സ് ഇങ്ങനെ കുറെ വർഷങ്ങൾ വരെ അവര് ജീവിച്ചിരിക്കും. അതായത് അങ്ങനെ ഒരെണ്ണം കണ്ടുപിടിച്ചതാണ് ലുപ്പൈൻ്റെ ഒരു സ്പീഷീസ് ആയി ലുപ്പിനസ് ആർട്ടിക്കസ്. അത് നമ്മൾ ആർട്ടിക് ടുൻഡ്രയില് ഈ സീഡ് ജെർമിനേറ്റ് ചെയ്തു ഫ്ലവർ ചെയ്തു 10,000 ഇയർ ഓഫ് ഡോർമൻസി കഴിഞ്ഞിട്ടു. പിന്നെ ഡേറ്റ് പാം ഉണ്ട്, ഫീനിക്സ് ഡാക്ടിലിഫെറ. ഇവരും ഒക്കെ 2000 വർഷങ്ങൾ ഓൾഡ് വയബിൾ സീഡാണ്. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. ഇനി നമുക്ക് ജസ്റ്റ് എപ്പോമിക്സിസും പോളി എംബ്രിയോണി എന്താന്ന് ജസ്റ്റ് പഠിച്ചാൽ മതി. അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട. അത് കഴിഞ്ഞ് നമുക്ക് NCERT ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു സീഡ്സ് ആക്ച്വലി ഫെർട്ടിലൈസേഷൻ വഴി നോർമലി ഉണ്ടാവുക. പക്ഷെ കുറച്ച് സ്പീഷീസ് ഉണ്ട്, അതായത് ആസ്ട്രേസി അല്ലെങ്കിൽ ഗ്രാസസ് ഈ ഫെർട്ടിലൈസേഷൻ ഇല്ലാണ്ട് സീഡ് ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ എപ്പോമിക്സിസ്. പക്ഷെ ഞാൻ പറഞ്ഞു ഫ്രൂട്ട് പ്രൊഡക്ഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ വിത്തൗട്ട് സീഡ്സ്, അതിനെയാണ് നമ്മൾ അതിനെയാണ് നമ്മൾ പാർത്തനോകാർപ്പി എന്ന് പറയാം. അപ്പൊ ഇത് രണ്ടും ഡിഫറെന്റ് ആക്ച്വലി. അതായത് സീഡ്സ് ഉണ്ടാക്കും വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, പക്ഷെ ഫെർട്ടിലൈസേഷൻ നടക്കും വിത്തൗട്ട് സീഡ് ഫോർമേഷൻ ആണ് നമ്മളുടെ പാർത്തനോകാർപ്പി. അപ്പൊ എപ്പോമിക്സിസിൽ നടക്കണമെന്ന് പറയുന്നത് ഒരു സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഒരു ഫോം തന്നെയാണ്. അപ്പൊ ഈ ഡിപ്ലോയിഡ് എക്സെൽ ഫോം ചെയ്യും. ഈ റിഡക്റ്റീവ് ഡിവിഷൻ നടക്കാം, മിയോസിസ് നടക്കാണ്ട് ഡിപ്ലോയിഡ് എക്സെൽ ഉണ്ടായി അവരെന്ത് ചെയ്യും, എംബ്രിയോ ആവും ഫെർട്ടിലൈസേഷൻ നടക്കാൻ. അത് ആക്ച്വലി കുറച്ച് സ്പീഷീസിൽ കാണും. പിന്നെ ചില സ്പീഷീസായി നമ്മൾ ഓറഞ്ച് മാംഗോയിൽ ഈ ന്യൂസെല്ലാ സെൽസ് എംബ്രിയോ സാക്കിന് ചുറ്റും ഡിവൈഡ് ചെയ്ത് തുടങ്ങി എംബ്രിയോ സാക്കിനുള്ളിൽ വന്ന് അത് ഡെവലപ്പ് ആവും എംബ്രിയോ ആയിട്ട്. അപ്പൊ ഈ ഒക്കറൻസ് ഓഫ് മോർ ദാൻ 1 എംബ്രിയോ ഇൻ എ സീഡിനെയാണ് നമ്മൾ പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഓറഞ്ച്. നിങ്ങൾക്ക് അറിയാലോ, ഓറഞ്ച് നമ്മൾ സ്ക്വീസ് ചെയ്താൽ പല ഷേപ്പിലുള്ള സീഡ്സ് പുറത്തു വരും. അപ്പൊ ഇതാണ് നമ്മളുടെ പോളി എംബ്രിയോണി. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. അപ്പൊ എപ്പോമിക്സിസ് നമ്മൾ ആസ്ട്രേസിയും ഗ്രാസസിൽ സ്പെഷ്യൽ മെക്കാനിസം ഉണ്ട് സീഡ് ഉണ്ടാക്കാം വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അപ്പൊ എപ്പോമിക്സിന് പല മെത്തേഡ് ഉണ്ട്. അതിലൊരു ഇമ്പോർട്ടന്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് സെല്ലാണ് എഗ് സെല്ലാണ് ഫോം ചെയ്യുക മിയോസിസ് നടക്കാണ്ട്. അപ്പൊ അങ്ങനെ ഇതന്നെ എംബ്രിയോ ഉണ്ടാക്കും വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. പോളി എംബ്രിയോണി നമ്മുടെ മാംഗോ, സിട്രസിലാണ് കാണാം. ന്യൂസെല്ലാർ സെൽസ് നമ്മൾ എംബ്രിയോ സാക്കിൽ ഡെവലപ്പ് ചെയ്ത് ഓവ്യൂളാവും. പിന്നെ അത് പല എംബ്രിയോസ് കാണും. ഇതാണ് പോളി എംബ്രിയോണി. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ.
വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററും ആണ്. ഇനി നമുക്ക് NCERT എക്സസൈസസ് ചെയ്യാം. നമുക്ക് തിയറി വൈസ് നോക്കാം. ഞാൻ പിന്നെ കുറച്ച് എന്താ പറയാ നീറ്റ് MCQസും പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Name the parts of angiosperm flower in which the development of male and female gametophyte takes place. നമുക്കറിയാം മെയിൽ ഗാമെറ്റോഫൈറ്റ് ആണ് നമ്മുടെ പോളൻ സാക്കിലാണ് ഡെവലപ്പ് ആവുന്നത്, ഒരു 2 സെൽ സ്റ്റേജിൽ. പിന്നെ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് നമ്മളുടെ ന്യൂസെല്ലസ് ഓഫ് ഓവ്യൂളിലും ഉണ്ടാവും. പോളൻ സാക്ക്, പിന്നെ ന്യൂസെല്ലസ് ഫീമെയിൽ. ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൈക്രോസ്പോറോജെനസിസ് ആൻഡ് മെഗാസ്പോറോജെനസിസ്. ഇപ്പോൾ മൈക്രോസ്പോറോജെനസിസ് എന്താ? അത് ആക്ച്വലി നമ്മളുടെ പോളൻ ഗ്രെയിൻസിന്റെ ഫോർമേഷൻ ആണ് ഫ്രം മൈക്രോസ്പോർ മദർ സെൽസ് ബൈ മിയോസിസ്. ഇതാണ് മൈക്രോസ്പോറോജെനസിസ്. ഇതായി ഒരു ഡിഫറൻസ്. പക്ഷെ മെഗാസ്പോറോജെനസിസ് എന്താ? അത് ഫോർമേഷൻ ഡിഫറൻഷിയേഷൻ ഓഫ് മെഗാസ്പോർസ് ആണ് ഫ്രം മെഗാസ്പോർ മദർ സെൽസ്. മെഗാസ്പോർ എന്ന് പറയുന്നത് നമ്മളുടെ എംബ്രിയോ സാക്ക്, ഓവ്യൂൾ. ഇനി പോളൻ ഗ്രെയിൻസ് ആക്ച്വലി എന്താ? ആന്തറിലാണ് പ്രൊഡ്യൂസ് ചെയ്യണത്. പക്ഷെ ഓവ്യൂൾസ് എന്താ? നമ്മളുടെ ഓവറിയുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മളുടെ മൈക്രോസ്പോർ മദർ സെൽസിൽ നിന്ന് 4 പോളൻ ഗ്രെയിൻസ് ഉണ്ടാവും. അത് കാരണം എല്ലാ സെൽസും ഫങ്ഷനിലാവും. പക്ഷെ നമ്മുടെ 4 മെഗാസ്പോറിന്ന് ആക്ച്വലി ഒരെണ്ണം മാത്രമേ ഫങ്ഷനിലാവുള്ളൂ. ഇതാണ് ഡിഫറൻസസ്. ഇനി എന്താ ചോദിച്ചേക്കണത്? വിച്ച് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ഒക്കേഴ്സ് ഡ്യൂറിങ് ദീസ് ഇവന്റ്സ്. അപ്പോൾ ആൻഡ് വിച്ച് സ്ട്രക്ചേഴ്സ് ആർ ഫോംഡ് അറ്റ് ദ എൻഡ്. അപ്പോൾ മൈക്രോസ്പോർ മദർ സെല്ലും മെഗാസ്പോർ മദർ സെല്ലിന് 2 സെറ്റ് ഓഫ് ക്രോമസോംസ് ഉണ്ട്. അത് കാരണം ഡിപ്ലോയിഡ് ആ. ഈ ഡിപ്ലോയിഡ് എന്താ? മിയോസിസ് നടന്ന് 4 ഹാപ്ലോയിഡ് മെഗാസ്പോർസും മൈക്രോസ്പോർസ് ആണ് റെസ്പെക്റ്റീവ്ലി ഉണ്ടാക്കണം. ഇതിന്റെ ക്രോമസോം നമ്പർ 1/2 ആയിരിക്കും. അപ്പൊ മൈക്രോസ്പോറോജെനസിസും മെഗാസ്പോറോജെനസിസും ഗിവ് റൈസ് ടു എന്താ? പോളൻ ഗ്രെയിൻസ് ആൻഡ് എംബ്രിയോ സാക്ക് റെസ്പെക്റ്റീവ്ലി. ഇനി arrange the following terms in correct development sequence. Pollen grain, sporogenous tissue, microspore tetrad, pollen mother cell, male gamete. അപ്പോൾ ഏറ്റവും ആദ്യം എന്തുണ്ടാവുക? നമ്മളുടെ സ്പോറോജിനസ് ടിഷ്യൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സ്പോറോജിനസ് ടിഷ്യൂ, പിന്നെ എന്തുണ്ടാവും? പോളൻ മദർ സെൽ, അതിന്ന് മൈക്രോസ്പോർ ടെട്രാഡ്, പിന്നെ എന്തുണ്ടാവും? പോളൻ ഗ്രെയിൻ, പിന്നെ മെയിൽ ഗാമീറ്റ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നീറ്റ് വെൽ ലേബിൾ ഡയഗ്രാം ഓഫ് ആൻജിയോസ്പോം ഓവ്യൂൾ. ഇത് ടെക്സ്റ്റിലുണ്ട്, ഞാൻ ഇപ്പൊ പറയുന്നില്ല. വാട്ട് ഇസ് മെൻ ബൈ മോണോസ്പോറിക് ഡെവലപ്മെന്റ്? മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്താ? മെജോറിറ്റി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ആകെ ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടാവുള്ളൂ. അതാണ് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ഉണ്ടാവണം. അതിനെയാണ് മോണോസ്പോറിക് ഡെവലപ്മെന്റ് എന്ന് പറയാം. ഇനി നമ്മളുടെ 7 സെൽ 8 ന്യൂക്ലിയേറ്റഡ് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റിന്റെ ഡയഗ്രാം വരച്ചോളണം നിങ്ങൾ. ഇനി ചാസ്മോഗാമസ് ഫ്ലവേഴ്സ് എന്താ? ഓപ്പൺ ഫ്ലവേഴ്സ് ആണ്. ക്രോസ് പോളിനേഷൻ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സിൽ നടക്കുമോ? ഒരിക്കലും ഇല്ല. ഇനി 2 strategies evolved to prevent സെൽഫ് പോളിനേഷൻ. ഇത് ഞാൻ പറഞ്ഞു തന്നിരുന്നത് ഇൻബ്രീഡിങ് ഡിപ്രഷൻ പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ നടക്കും? കണ്ടിന്യൂസ് ഡൈക്കോഗാമി ചെയ്യാം, അല്ലെങ്കിൽ സെൽഫ് സ്റ്റെറിലിറ്റി, അല്ലെങ്കിൽ സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റിയും ചെയ്യാം. ഇത് അറിയാം. ബാഗിങ് ടെക്നിക്, ഇമാസ്കുലേഷൻ, ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചതാ. ട്രിപ്പിൾ ഫ്യൂഷൻ, എൻഡോസ്പോം ഫോർമേഷൻ ആണ്. ഇതും ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, കാരണം ഇത് ഇമ്പോർട്ടന്റ് ഇൻ ദ സെൻസ് ഞാൻ പഠിപ്പിച്ച ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹൈപ്പോകോട്ടൈൽ, എപ്പികോട്ടൈൽ, കോളിയോപ്റ്റൈൽ, കോളിയോറൈസ, പെരിസ്പേം, പെരികാർപ്പ്. പെരിസ്പേം എന്തായിരുന്നു? നമ്മളുടെ പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ്, ഈ ബ്ലാക്ക് പെപ്പറിലൊക്കെ കാണുന്ന പോലെ. പക്ഷെ പെരികാർപ്പ് എന്താ? അത് ഫ്രൂട്ടിന്റെ ഔട്ടർ മോസ്റ്റ് വോൾ ആണ്. ഇനി ആപ്പിളിന് നമ്മൾ എന്താ? ഫോൾസ് ഫ്രൂട്ട് എന്നാ പറയാ. കാരണം എന്താ? ഫോൾസ് ഫ്രൂട്ട് കാരണം അതിന്റെ തലാമസ് പെർസിസ്റ്റന്റ് ആയതുകൊണ്ട്. ഇമാസ്കുലേഷൻ ടെക്നിക് ഒക്കെ ഞാൻ പറഞ്ഞു തന്നതാ. നമ്മള് റിസെപ്റ്റർ ആദ്യം എന്തുണ്ടാവണം? നമ്മൾ അതിന് സ്റ്റിമുലസ് സ്വീകരിക്കാൻ തയ്യാറാണ് വരെ നമ്മൾ ഇമാസ്കുലേറ്റ് ചെയ്ത് വെക്കും. എപ്പോമിക്സിസ്, അതെന്താ? ഫെർട്ടിലൈസേഷൻ ഇല്ലാണ്ട് നമുക്ക് സീഡ്സ് ഉണ്ടാക്കുന്ന ടെക്നിക്കാണ് എന്ത്? എപ്പോമിക്സിസ്. അങ്ങനെ എന്താ? നമ്മളുടെ ഈ ചാപ്റ്റർ തീർന്നു. അതായത് അതെന്താ? നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഈസി ചാപ്റ്റർ ആണ്, നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ.
പിന്നെ ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പി മഹേശ്വരി, പഞ്ചാനൻ മഹേശ്വരി ആർ ആക്ച്വലി നമ്മളുടെ ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാന്റ് എംബ്രിയോളജി ആണ്. ഇത്രയൊക്കെ ഉള്ളൂ പഠിക്കാൻ. നിങ്ങളിപ്പോൾ നന്നായി പഠിക്കാൻ, നീറ്റ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. കാരണം കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുക ഓരോ വർഷം കൂടുന്തോറും. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എൻ്റെ ജൂനിയറായി ഈ കോളേജിൽ വരാമെന്ന. അതിനു വേണ്ടി നിങ്ങൾ ഓരോ ലൈനും ഡീറ്റെയിൽ ആയി പഠിച്ച് ഒന്ന് റിവൈസ് ചെയ്യണം. റിവിഷൻ ആണ് ഒരു സക്സസ്ഫുൾ സ്റ്റുഡന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഒരു വേറെ സ്റ്റുഡന്റ് ആയിട്ട്. ആക്ച്വലി ആരും തോൽക്കും ജയിക്കൊന്നുമില്ല. നമ്മളുടെ കേപ്പബിലിറ്റി അനുസരിച്ച് നമുക്ക് എത്ര മാക്സിമം ചെയ്യാൻ പറ്റും അവൻ ജയിച്ചു. സമൂഹത്തിന് മുന്നിൽ അവൻ ജയിച്ചു എന്ന് വേണമെന്നില്ല. ഓക്കെ, അപ്പോ ഇതും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ നിർത്താം. That's all for today's class. Thank you.